സെഷൻ AI ഡാറ്റാ സയൻസ് ആൻഡ് ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. സെഷനിലെ നമുക്ക് അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് സി മുഹമ്മദ് യാസീൻ, ഇൻ്റലിലെ എൻജിനീയറാണ്, BTech MTech IIT മദ്രാസ്. മറ്റൊരാൾ നൗഫൽ പി, ഫൗണ്ടർ ആൻഡ് CEO ഇല്ലൂസിയ ലാബ്, ഗവൺമെൻറ് സൈബർ പാർക്ക്. മറ്റൊരാൾ മുഹമ്മദ് നദീം, IBM ഇന്ത്യ ലാബ്സ്. AI ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ്സാണ്. ഏത് മേഖലയിലുള്ള ആളുകളും AI ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ടാണ് ഇനി ഫ്യൂച്ചർ എന്ന് കാണുന്നുണ്ട്. എഡ്യൂക്കേഷൻ സെക്ടറിലും കരിയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം അതാണ്. AI കാലഘട്ടത്തിൽ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കുട്ടികളും വന്ന് ചോദിച്ചിട്ടുള്ളത് എനിക്കിനി AI പഠിക്കണം അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുക എന്നതാണ് അവരുടെയൊക്കെ ആഗ്രഹം. എനിക്ക് മാത്സ് പഠിക്കണ്ട, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണ്ട, എനിക്ക് AI പഠിക്കണം, എനിക്ക് ഡാറ്റാ സയൻസ് പഠിക്കണം എന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അവരാരും അതിനെപ്പറ്റി പലപ്പോഴും തിരിച്ചറിയാറില്ല എന്താണ് എവിടെയാണ് എന്നുള്ളത്. മറ്റൊന്ന്, AI ഡാറ്റാ സയൻസും വരുമ്പോൾ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും, നമ്മുടെ തൊഴിലിടങ്ങൾ എന്ത് സംഭവിക്കാൻ പോകുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറുകൾ എന്ത് സംഭവിക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇപ്പോൾ ഒരു ടീച്ചേഴ്സിനെയൊക്കെ സംബന്ധിച്ചുള്ള വലിയൊരു ആദിയാണ്. AI ഇതൊക്കെ വന്നോട് കൂടിയിട്ട് ഞങ്ങൾ അപ്രസക്തമായി, ഞങ്ങൾക്ക് യാതൊരു കാര്യമില്ല. കാരണം ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ പലപ്പോഴും AI മറ്റൊക്കെ, പ്രത്യേകിച്ച് AI എന്ന് അവരുദ്ദേശിക്കുന്നത് ChatGPT ആട്ടോ. അപ്പോൾ ChatGPTയുടെ മറ്റൊക്കെ സഹായത്തോട് കൂടിയിട്ട് അവർ ഞങ്ങളെക്കാൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നേക്കാൾ നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ അറിയാം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അപ്രസക്തരായിട്ടുണ്ട് എന്ന് കരുതുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് കൂടെയുള്ള ആളുകൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പ്രധാനമായിട്ടും IBM AI ബന്ധപ്പെട്ടിട്ടുള്ള സൊല്യൂഷൻസ് അത് ഡെവലപ്പ് ചെയ്യുന്നവരാണ്. AR VR ടെക്നോളജിയാണ് നൗഫൽ സാറിൻ്റെ ഒരു ഏരിയ. VR ഡെവലപ്മെൻറ്റിലൊക്കെ ഒത്തിരി AI ഇൻ്റഗ്രേഷൻ നടക്കുന്നതാണ്. നമുക്ക് അതിനെ സംബന്ധിച്ചും സാറ് പറയുന്നുണ്ടാവും. യാസീൻ ഇൻ്റൽ ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു കാര്യം കൂടി നോട്ട് ചെയ്ത് പോവാണ്. പലപ്പോഴും AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് AI റിലേറ്റഡ് അഡ്വാൻസ് ചെയ്യണം, ഭാവി അതാണ്, അപ്പോൾ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാത്സും കമ്പ്യൂട്ടർ സയൻസും ഒന്നും വേണ്ട, എനിക്ക് AI മതി എന്ന് പറയുന്ന ഇടത്താണ് ഉള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചോളൂ എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് AI ഒരു സോഫ്റ്റ്വെയറിൻ്റെ നമ്മൾ കണ്ട ചിലപ്പോൾ കുറച്ച് AI ടൂൾസ്, അത് ഡിസൈൻ ചെയ്യുന്ന AI ആവാം, അല്ലെങ്കിൽ ജനറേറ്റീവ് AI ഈ പറഞ്ഞ പോലെ ChatGPT ഒക്കെ പോലത്തെ ചില AI ടൂൾസ് ആവാം. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വശമാണ്. അതിൻ്റെ ഹാർഡ്വെയർ വശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും ഒരാൾക്കും ധാരണയില്ല. അതിലെന്ത് അഡ്വാൻസ്മെൻറ്റുകളാണ് വരുന്നത്, അവിടെ എത്ര തൊഴിൽ സാധ്യതകളുണ്ട്, അതാരും ഇപ്പോൾ കാണുന്നില്ല. ഹാർഡ്വെയർ രംഗത്ത് പഠിക്കാനോ താല്പര്യം തന്നെ ഇല്ല എന്ന് എനിക്ക് ഒരുപാട് പേരോട്, എന്നോട് ഇൻട്രാക്ട് ചെയ്ത ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പൊളിച്ചെഴുത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നതാണ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ വിഷയവും യാസീനും സംസാരിക്കുന്നുണ്ടാവും. ആദ്യം നമ്മൾ ചെറിയ രൂപത്തിൽ അവരുടെ ഇൻട്രൊഡക്ഷനും അവരുടെ ഒരു തോട്ട് AI ഡാറ്റാ സയൻസ് കാലത്തെ ഫ്യൂച്ചറിനെ പറ്റി ഞാനീ പറഞ്ഞ ടൈംസിലുള്ള ഒരു തോട്ട്സ് 3 പേരും ഷെയർ ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും വിഷയത്തിൽ ഡിസ്കഷനിലേക്ക് പോവാം, ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നദീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. AI എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഒരു ബസ്സിങ് വേർഡായിട്ട് മാറിയിട്ടുണ്ട്. ബസ്സിങ് വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഓവർ റേറ്റഡ് വേണമെങ്കിൽ പറയാം. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഫീൽഡും കൂടിയിട്ടാണ് AI ഇന്ന് മാറിയിട്ടുള്ളത്. ആക്ച്വലി AI സംഭവിക്കാനുള്ള ഒരു
കാലം അല്ല, AI സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പലതും AIക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പം സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു വിപ്ലവം ഉണ്ട്, നമ്മളതിലൂടെ ജീവിച്ച് വന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഒരു iOS ഫോൺ അവൈലബിൾ ആവുക എന്നുള്ളത്, അത് ആക്ച്വലി ഇത്തരത്തിലുള്ള ടെക്നോളജിക്ക് ഉണ്ടായ ഒരു ബാരിയറായിരുന്നു. അത്രത്തോളം ടെക്നോളജി നമ്മളിലേക്ക് വരുന്നതിലുണ്ടായിരുന്ന ഒരു ബാരിയറായിരുന്നു. അത് മാറി നമ്മളിലേക്ക് സ്മാർട്ട് ഫോൺസൊക്കെ വന്നപ്പം നമുക്ക് അതുവഴി വന്നത് AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാതുമാണ്. അപ്പോൾ ആക്ച്വലി നമ്മളെല്ലാവരും വൺ ഓർ ദി അതർ വേ AI ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, AIൻ്റെ ഉപഭോക്താക്കളാണ്, AIക്ക് ഡേറ്റ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല, കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഫൺ ഫാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്നുള്ള പേര് തന്നെ കോയിൻ ചെയ്തിരിക്കുന്നത് 1950s ഉദ്ദേശം 70-75 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത്. ഇപ്പം നേരത്തെ സാർ പറഞ്ഞതുപോലെ ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂസ്, അന്നത്തെ ആ തിയറി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൊക്കെ ഉണ്ടായിരുന്ന പല ഒരു ഇക്വേഷനിലുള്ളത് റിയാലിറ്റിയിലോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇത്ര കാലം എടുത്തു എന്ന് മാത്രമേ ആക്ച്വലി ഉള്ളൂ. അപ്പോൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ AI എന്ന് പറയുന്നത് പ്യുവർ മാത്സ് ആണ്, നമ്മുടെ വേ ഓഫ് തിങ്കിങ് ആണ്. ആക്ച്വലി നമ്മുടെ ന്യൂറോൺസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്സ് ആണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാനായിട്ടുള്ളത്. മാത്തമാറ്റിക്കലിയുള്ള പ്രിഡിക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രഡീഷണൽ AIയിൽ കാണുക. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ജനറേറ്റീവ് AI, എന്തും ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു AIയിലോട്ടേക്കാണ്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതൊരു AIൻ്റെ ഒരു 100 വർഷം മുമ്പ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ AI ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കണ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ അത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡേറ്റ കൂടിയതാണ്. കുറച്ചും കൂടെ എഫിഷ്യൻറ്റ് വേ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സിൽ ഡേറ്റേൻ്റെ ഹെവിനെസ് ഉണ്ടായപ്പോഴാണ്, വല്ലാത്തൊരു ഡേറ്റ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് ഡേറ്റ സയൻസ് എന്നുള്ളൊരു ബ്രാഞ്ച് ആക്ച്വലി അവിടെ വരണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബിഗ് ഡേറ്റ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബിഗ് ഡേറ്റാബേസ് എന്നൊക്കെ പറയുന്നത്. പെർ സെക്കൻഡ് ഇത്ര ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റണ എന്നൊക്കെ. ഇപ്പം ഫേസ്ബുക്കിൽ വഴി ഒരു സെക്കൻഡിൽ അവരുടെ സെർവേഴ്സിലോട്ടേക്ക് എത്രത്തോളം ഡേറ്റ പാസ് ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ബിഗ് ഡേറ്റാബേസാണ്. അപ്പം ഇത്തരത്തിലുള്ള ഡേറ്റനെ ഹാൻഡിൽ ചെയ്യുക, ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കലാണ് ആക്ച്വലി ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞു വന്നത്. ഇത്രയുള്ള ഹെവി ഡേറ്റ വന്നപ്പോഴാണ് പിന്നെ അത് AIൻ്റെ ഡെവലപ്മെൻറ്റിലോട്ടേക്കൊക്കെ വരാൻ തുടങ്ങിയത്. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. കൂട്ടത്തിൽ AI എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ടെക്നിക്കൽ ടൈംസ് ഒന്നും എല്ലാവർക്കും മനസ്സിലാവില്ല, എന്നാലും VR എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ എഡ്യൂസേൻ്റെ സ്റ്റാളിൽ എല്ലാവർക്കും അവസരമുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നദീം പറഞ്ഞിരുന്നൊരു കമൻറ്റ് എനിക്ക് പറയാൻ തോന്നിയതാണ്. നേരത്തെ AI ഉണ്ട്, അതേപോലെ തന്നെയാണ് നമ്മളൊരു കാലത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് നിങ്ങളല്ല, നിങ്ങളുടെ മുമ്പിലുള്ള ജനറേഷൻ ഇവരൊന്നും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലും ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവണം. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇവിടുത്തെ ആളുകളെ മുഴുവൻ എന്ത് ചെയ്യാൻ പോവാണ്, റീപ്ലേസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ തിരിച്ച് ജനറേറ്റീവ് AIയുടെ ഒരു വന്നതോടുകൂടിയിട്ട് ഹ്യൂമൻസിന് ആവശ്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ബ്രെയിൻ കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറേറ്റീവ് AI കൊണ്ടുവരുന്നു എന്നിടത്തേക്ക് വന്നു. ഇവിടെ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. മുമ്പ് കമ്പ്യൂട്ടർ വന്നപ്പോൾ മനുഷ്യൻ ഫിസിക്കലായി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതിന് മെഷീൻസ് വന്നു എന്നതാണ് സത്യത്തിൽ സംഭവിച്ചത്. ജനറേറ്റീവ് AIയുടെ ഒരു കുതിപ്പ് വന്നപ്പോൾ ശരിക്കും സംഭവിച്ചത് മനുഷ്യൻ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങൾ, അനാലിസിസ് നടത്തുന്നു. നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമായിരുന്ന കുറേ അനാലിസിസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്ന കാര്യങ്ങൾ, ഒരു മനസ്സിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? എഗെയിൻ കമ്പ്യൂട്ടർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് കമ്പ്യൂട്ടർ വന്ന് ഫിസിക്കലിനെ മൊത്തം റീപ്ലേസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ
ഇന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, റീപ്ലേസ് ചെയ്യാനും പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും അതിനെ സംബന്ധിച്ച് കൂടി എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിൽ എംപ്ലോയ്മെൻറ്റും പ്രത്യേകിച്ച് എംപ്ലോയീസിനെയൊക്കെ കാണുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇതിൽ ഇനി വരുന്ന എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങൾ കൂടി ഈ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ ഭാഗമാക്കാൻ നന്നായിരിക്കും തോന്നി. ഓക്കെ. അസ്സലാമു അലൈക്കും. വെർച്വൽ റിയാലിറ്റി, അതേപോലെ തന്നെ ഓഗ്മെൻറ്റ് റിയാലിറ്റി, മെറ്റവേഴ്സ് തുടങ്ങിയിട്ടുള്ള മേഖലയിലാണ് ശരിക്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ AI-ൻ്റെ ഒരു ഏരിയനെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ചിപ്പ് ലെവൽ കാര്യങ്ങൾ, അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും. എനിക്ക് കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇപ്പോൾ നേരത്തെ നദീം തന്നെ പറഞ്ഞു, നമ്മുടെ ഈ AI-ൻ്റെ ഒരു വരവ് കുറേ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോഴാണ് നമ്മൾ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയത് എന്നുള്ളത്. ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ ഒക്കെ നമ്മൾ കുറച്ച്, അതായത് ഈ ഒരു 2-3 ഇയേഴ്സ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ന് കാണുന്ന നമ്മുടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടായത്. ആ ചേഞ്ചിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു ഗ്രോത്ത്, അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത് അതിൻ്റെ വളരെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവർ രണ്ടുപേരും തന്നെയാണ് പറയേണ്ടത്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് നമ്മുടെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തതിനെയാണ് നമ്മളെപ്പോഴും നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും നമ്മുടെ ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത് വിശ്വസിക്കുന്നതൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് സത്യമാണ്. കാരണം നമ്മുടെ ഒരു യാത്രയുടെ ഒരു സൗകര്യങ്ങൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ വരെ എത്താനെടുത്ത സമയവും, ഇതേപോലെ തന്നെ നമ്മൾ ടെലഫോൺ, അതായത് നമ്മുടെ സാധാരണ കത്തുകൾ എഴുതിയിരുന്നു അതുവരെ അതിൻ്റെ മുമ്പിലേക്ക് ഒരു കമ്പി അങ്ങനെ തുടങ്ങിയില്ല, വേറൊരു ലെവലിലേക്ക് പോകണ്ട. നമ്മുടെ കത്തുകൾ എഴുതി തുടങ്ങി. പിന്നീട് അത് കുറച്ച് കാസറ്റുകൾ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ഫാദർ ഗൾഫിലായത് സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അയക്കാറുണ്ടായിരുന്നു കാസറ്റിൽ. പിന്നെ അത് മാറി അത് 10-12 ദിവസങ്ങളായി STD ബൂത്തുകൾ വന്നു. അതിനുശേഷം പിന്നെ അത് പോയി ചെറിയ ഫോണുകൾ വന്നു, ലാൻഡ് ഫോൺ വന്നു. ലാൻഡ് ഫോണിൽ നിന്ന് പിന്നെ സാധാരണ ഫോണായി, പിന്നെ സ്മാർട്ട് ഫോണുകളായി. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് വളരെ ഒരു വിഷ്വൽ മീറ്റിങ്ങിലൂടെ കാണാനും സംസാരിക്കാനും പറ്റുന്ന അത്രമാത്രം വളർന്നു. നമ്മൾ അതിൻ്റെയും കൂടെ കുറച്ച് അപ്പുറത്താണ് പറയുന്നത്. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ വിദേശത്ത് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ UAE-യിലോ ഉണ്ടെങ്കിൽ അവരെ കാണാനും അവരെ കെട്ടിപ്പിടിക്കാനും അവരുടെ സ്പർശനത്തിൻ്റെ സുഖം പോലും അനുഭവിക്കാനും പറ്റുന്ന രീതിയിലേക്ക് വെർച്വൽ സാങ്കേതിക വിദ്യ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തി ഇനി വരാനിരിക്കുന്ന ഒരു ചേഞ്ചിനകത്ത് ഇതിനകത്ത് AI-ൻ്റെ ഇൻ്റഗ്രേഷൻ ഉണ്ട്. മറ്റു മേഖലകളുടെ വളരെ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ ഒരു ഗ്ലാസ് മാത്രം മതി. ഓഗ്മെൻറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ മിക്സഡ് റിയാലിറ്റി, ഞാനതിൻ്റെ സാങ്കേതിക പദങ്ങൾ യൂസ് ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ താഴെ നമ്മൾ ഒരുപാട് ബജിക്കടകളുണ്ട് ഇതിൻ്റെ തന്നെ താഴെ. അവിടെ നമ്മളിങ്ങനെ നോക്കിയാൽ മതി, സമൂസ കണ്ടു കഴിഞ്ഞാൽ പറയും ഈ സമൂസ നിങ്ങൾ കഴിക്കരുത്, ഇത് റെഡ് അലേർട്ട് വരും. കാരണം നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡ്, മിനിഞ്ഞാന്ന് കഴിച്ച ഫുഡ്, ഇന്നലെ നമ്മൾ ഉറങ്ങാതിരുന്നത്, ഇന്നലെ നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരുന്നത്, ഇന്നലെ നമ്മൾ അമിതമായി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തത് നിങ്ങളുടെ ബോഡീനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു. ഇത് ഡാറ്റയാണ്. ഈ ഡാറ്റയെ കുറിച്ച് എനിക്ക് ഇവർ പറയുന്നത്, ഈ ഡാറ്റ എടുക്കുകയാണ്. ഈ ഡാറ്റ നമ്മളെക്കുറിച്ചുള്ള, നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്, നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത് നമ്മുടെ ടീച്ചറിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ പേരൻസിനോ ഫ്രണ്ട്സിനോ അല്ല, മറിച്ച് സുന്ദർ പിച്ചായ്ക്കും മാർക്ക് സക്കംബർഗിനും ഹെലൻ മസ്കിനൊക്കെയാണ്. കാരണം അത്രമാത്രം നമ്മുടെ ഓരോ കാര്യങ്ങളും അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഡാറ്റകൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് AI-ൻ്റെ ശക്തമായ ഇൻഫ്ലുവൻസിൽ ഒരു വയസ്സുള്ള കുട്ടിക്കും 22 വയസ്സുള്ള
ഒരാൾക്കും 90 വയസ്സുള്ള പ്രായം ചെന്ന ഒരാൾക്കും ഒരേപോലെ ഇൻസ്റ്റഗ്രാം ഈസി ആവുന്നതും ഇൻട്രസ്റ്റ് ആവുന്നതും. കാരണം ഇങ്ങനെ ഒരാൾക്കും ഒരാളെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിനത് പോസിബിൾ അല്ലാത്തത് ഇങ്ങനെ സാധ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി എൻ്റെ ഇൻ്റഗ്രേഷൻ ഉണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇപ്പം നമുക്ക് ഞങ്ങളെപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ഇനി വരാനിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നേരത്തെ നദീം സൂചിപ്പിച്ചു, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് ലെവൽ എന്നുള്ളതിനെ കുറിച്ചല്ല. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഫ്രണ്ടിലെ ബെല്ലടിക്കുമ്പോൾ അവിടെ ഒരു ഡ്രോൺ വന്ന് നിൽക്കുകയും അതിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരികയും ചെയ്യുക. നിങ്ങളുടെ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിക്കാൻ നിങ്ങളെ ബെഡ്റൂമിലിരുന്ന് സാധ്യമാവുകയും ചെയ്യുമ്പോൾ ഇതൊരു ടെക്നോളജി റെവല്യൂഷൻ ഉണ്ടാവും. റെവല്യൂഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ഏരിയകളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഏരിയകളെ അത് ബാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ആ ഏരിയ, ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടതിനേക്കാൾ ഒരുപാട് പുതിയ മേഖലകൾ തുറന്നു വന്നില്ലേ. അപ്പം അത് നമ്മുടെ അപ്ഡേറ്റ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെഷനുകളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ അപ്ഡേറ്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെവല്യൂഷനാണ്. സാധാരണ നമ്മൾ കണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള റെവല്യൂഷനെ പോലെ ആവും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടാവും, സൗദി അറേബ്യയിൽ എലൻ മസ്കും അതേപോലെ തന്നെ എൻവിഡിയൻ്റെ സിഇഒയും ഇവരെല്ലാം വന്നിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രംപൊക്കെയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ചേഞ്ച് വരാനിരിക്കുന്നത് ഓട്ടോമേറ്റഡ് കാർസും ഡ്രൈവ്ലെസ് കാർസും വരുന്നു, മെഡിക്കൽ രംഗത്ത് ചേഞ്ച് ഉണ്ടാവുന്നു. നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓഗ്മെൻറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ മിക്സർ റിയാലിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്ന് നമ്മൾ ഫ്രഷപ്പായി നമ്മുടെ മിററിൻ്റേക്ക് നോക്കിയാൽ മതി, നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഡാറ്റ ആ മിറർ പറഞ്ഞു തരും. ഇത്രമാത്രം നമ്മളെക്കുറിച്ചുള്ള ഫുൾ ഡാറ്റ. അപ്പം നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ വിജിലൻ്റ് ആയിരിക്കും, അസുഖങ്ങൾ കുറയും, നമുക്ക് സാധ്യതകൾ കൂടും. സ്വാഭാവികമായിട്ടും ഈ രംഗത്തിൽ ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഇതുപോലെയുള്ള സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകും. നമ്മൾ പുതിയ അവസരങ്ങളിൽ വീണ്ടും വീണ്ടും തുറന്നു തരണം. ശരിക്കും AI വരുന്നതോടുകൂടി പലരും പറയും മനുഷ്യൻ ക്രിയേറ്റീവ് അല്ലാതെ അതായി പോകുന്നില്ലതൊക്കെ പറയാം. സത്യത്തിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ പറയാനുണ്ടാവും. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡവും സമയവും കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവാനാണ് ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നെക്സ്റ്റ് വേൾഡിൽ, ഒരു വെർച്വൽ വേൾഡിൽ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ടെക്നോളജിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ ഡിസ്കഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ്. നമ്മൾ ഇത് പല രീതിയിൽ പോകാണ്ട് ഒരു 4 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബോധമുണ്ടാവുന്ന രീതിയിലേക്കെങ്കിലും മാറാൻ പറ്റിയാൽ അത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനിവേ ഓഗ്മെൻറ്റ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റി മെറ്റാവേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനകത്ത് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ തുടരാം എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു. അസ്സലാമു അലൈക്കും. ഒരു 50 വർഷം അന്നത്ര ഏറ്റവും അൾട്രാ റിച്ചായ ഒരാൾ, അയാളുടെ ഡ്രീം മാത്രമായ ലക്ഷറീസാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 വർഷം മുന്നേ ഒരാൾ ഇപ്പം അടുത്ത രാജ്യത്തുള്ള ഒരാളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് വീഡിയോ കോൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ലായിരുന്നു. നമുക്കത് ഇൻസ്റ്റൻ്റ്ലി പോസിബിളാണ് എവിടെയുള്ള ആൾക്കും, അത് വിത്തൗട്ട് എനി കോസ്റ്റ്. അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 18th സെഞ്ച്വറിയിലെ വ്യവസായിക വിപ്ലവം 1 ഇൻഡസ്ട്രിയലൈസേഷൻ, ഫസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. ആ സമയത്ത് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. 19th സെഞ്ച്വറി ആയ സമയത്ത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഓട്ടോമേഷൻ കുറച്ചും കൂടെയൊക്കെ മാസ് പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്തു. കൃഷികൾക്കൊക്കെ മെഷീനറീസ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ 20th സെഞ്ച്വറി വരുന്ന സമയത്താണ് കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ ലേറ്റായിട്ട് വരുന്നതാണ് ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചതും സെമി കണ്ടക്ടറിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലല്ല ഓരോ വ്യാവസായിക വിപ്ലവം നടക്കുമ്പോഴും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ വന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ജോബ് നഷ്ടപ്പെടും, നിങ്ങളുടെ ജോബെല്ലാം കമ്പ്യൂട്ടർ മാറ്റിമറിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സമയമുണ്ടായിരുന്നു ഒരുപാട്. അത് ഡെക്കേഡ്സ് ആയിരുന്നു, 10-20 വർഷങ്ങൾ കൊണ്ടാണ് കമ്പ്യൂട്ടറിലുള്ള ചേഞ്ചസ് ഇവിടെ വന്നത്. നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റിയിലുള്ള ചേഞ്ച് അത് 30-40-50 വർഷം എടുത്തിട്ടാണ് പല സ്ഥലങ്ങളിൽ ഇലക്ട്രിസിറ്റി എത്തിയത്. അതായത് 19th സെഞ്ചുറിയിൽ ഇലക്ട്രിസിറ്റി എത്തിയതും നമ്മളെ പല നാടുകളിലും ഇലക്ട്രിസിറ്റി എത്തിയത് 1990-ലോ 2000-ലൊക്കെ ആയിരിക്കും. അത്രയും ചേഞ്ചസ് എടുത്തിരുന്നു. പക്ഷേ ഇന്ന് ChatGPT പുതിയ AI മോഡൽസ് റിലീസ് ചെയ്യുമ്പം വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ മണിക്കൂറുകളിൽ നമ്മുടെ കയ്യിലെല്ലാം എത്തുകയാണ്. അത്രയുമാണ് ടെക്നോളജിയിലുള്ള, അതായത് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, 4ാം വ്യാവസായിക വിപ്ലവം നടന്ന സമയത്ത് ഓരോ ചേഞ്ചസും ദിവസങ്ങളെ കൊണ്ട് നടക്കുകയാണ്. ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് 2 മാസങ്ങൾ കൊണ്ടാണ് 10 കോടി യൂസേഴ്സിന് കിട്ടിയത്. അതിന് മുന്നേ നടന്ന ഒരു വ്യാവസായിക വിപ്ലവത്തിനും വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു യൂസർ കമ്മ്യൂണിറ്റിയാണ് ChatGPT നേടിയെടുത്തത്. ഇപ്പോൾ പുതിയ ഓരോ റിലീസ് വരുന്ന സമയത്തും പുതിയ ചേഞ്ചസ് വരുന്ന സമയത്തും ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് അത് നമ്മുടെ വർക്ക് സ്പേസിലായാലും നമ്മൾ പഠിക്കുന്ന മേഖലയിലാണ്, നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളിലായാലും അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളം എന്ന് ചിന്തിച്ചിട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ AI might not replace your job, but AI can, someone who uses AI can replace your job. ഇതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. AI ടൂൾസും അല്ലെങ്കിൽ AI അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൾച്ചറിലോട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മളെ ജോബിനെയും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളെയും ഇമ്പാക്റ്റ് ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു പെട്ടെന്ന് ഇപ്പം നമ്മളെല്ലാം 2022-ലാണ് ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ AI എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഫേസ് റെക്കഗ്നൈസേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വരാം. അതൊക്കെ AIയുടെ ആപ്ലിക്കേഷനായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. ഈ 2022-ന് ശേഷം ഭയങ്കര ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ChatGPT വന്നു, അതുപോലെ തന്നെ ജെമിനി കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഭയങ്കര ഒരു ചേഞ്ച് വന്നു. അപ്പോൾ ഇത്രയും ഈ ഒരു 2010-ന് ശേഷം ഇത്രയും വലിയൊരു ചേഞ്ച് വരാൻ കാരണം മെയിനായിട്ടുണ്ടായത് ഹാർഡ്വെയറിലുള്ള, അതായത് നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന മോഡൽസ്, ഇതിൻ്റെ പിന്നിൽ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഈ മോഡൽസ് എല്ലാം ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത്, വർഷങ്ങളെടുത്ത് ദിവസങ്ങളെടുത്ത് ഇതൊരു ക്യാറ്റാണ്, ഇതൊരു ഡോഗാണ് എന്നുള്ളത് 1-2 ദിവസങ്ങൾ കൊണ്ടല്ല നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ക്യാറ്റുകളെ കണ്ടിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ബ്രെയിന് കേപ്പബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇതേ ഒരു പ്രോസസ്സിലൂടെ ഇത്ര സമയം എടുക്കൂല. നമ്മളൊരു പുസ്തകം പഠിക്കാനോ ഒരു കാര്യങ്ങൾ പഠിക്കാനോ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ChatGPT പോലുള്ള പ്രീ ട്രെയിൻഡ് മോഡൽസിന് ദിവസങ്ങളെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2010-ന് മുന്നേ എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ്ങിന് ഭയങ്കര കമ്പ്യൂട്ടേഷൻ പവർ വേണം. ഈ കമ്പ്യൂട്ടേഷൻ കൊടുക്കാൻ പറ്റുന്ന സെമി കണ്ടക്ടർ ഹാർഡ്വെയർസ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അതിന് മുന്നേ. പിന്നെ GPUs ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടാകും. GPU കാർഡ് ഉണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, ഗ്രാഫിക്സ് കാർഡ് എന്നാണ് പറയുക. ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ വലിയ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. ഇതേ ഗ്രാഫിക്സ് കാർഡിൻ്റെ വേറൊരു പർപ്പസാണ് ഇപ്പം ഈ മോഡൽസ് ട്രെയിൻ ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ കാലം നമ്മൾ ഗെയിമിങ്ങിന് എങ്ങനെ ഗ്രാഫിക്സ് കാർഡ് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ CPUs നമ്മളെല്ലാം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ CPU എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വലിയൊരു കിച്ചൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ അവിടുത്തെ ഹെഡ് ഷെഫാണ് CPU. അയാൾക്ക് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾക്ക് അതേസമയം ഒരു 100 ഓർഡറുകൾ ഒരേ സമയം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ഷെഫാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, 100 ഓർഡറുകൾ ഒരുമിച്ച് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അയാൾ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും എല്ലാം മെനൂസും കാര്യങ്ങളിലൊക്കെ. അതേസമയം GPUs എന്ന് പറയുന്നത് ഒരുപാട് ഷെഫുകൾ, അവർ ഓരോ പ്രോസസ്സിലും കേപ്പബിലിറ്റി തിരഞ്ഞെടുക്കുക. ഒരാൾ ഒനിയൻ കട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒരാൾ ചായ ഉണ്ടാക്കുന്നതിലോ ഒരാൾ ചിക്കൻ ഉണ്ടാക്കുന്നതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെയുള്ള ഒരു സാധനമാണ് GPU. അപ്പോൾ സ്പെസിഫൈഡ് ജോബ് ഓരോരുത്തർ ചെയ്യും. ഇതെല്ലാം കൂടെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ജോബ് CPU ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് GPUസിൻ്റെ ഇതിന് മുന്നുണ്ടായിരുന്നത് ഒരു ചെറിയ മോഡൽ ട്രെയിൻ ചെയ്യിക്കാനും പോലും നമുക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വേണ്ടി വരുന്നു. കാരണം നമ്മളെ കുറച്ച് കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ NVIDIA NVIDIAയുടെ AIക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന GPUs കുഡ എന്ന് പറയും, ആ ഒരു പ്ലാറ്റ്ഫോമിലുള്ള GPUs ഒക്കെ ഡിസൈൻ ചെയ്ത സമയത്ത് നമുക്ക് ഈ കമ്പ്യൂട്ടേഷൻ ഭയങ്കര ഈസി ആയി. അപ്പോൾ നമുക്ക് ടെൻസ് ഓഫ് ഡാറ്റ കൊടുത്താലും ഈ ഒരു ട്രെയിനിങ് ഭയങ്കര ഈസി ആയിട്ട് നടന്നു. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ChatGPT അല്ലെങ്കിൽ ജെമിനിയൊക്കെ അതൊക്കെ പ്രീ ട്രെയിൻഡ് ആണ്. ഓൾറെഡി NVIDIAയുടെ GPUയിൽ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തൊരു മോഡൽ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രഡിക്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി വലിയൊരു ഇക്വേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ChatGPT 3.5-ലൊക്കെ ആണെങ്കിൽ ആ ഇക്വേഷൻസിൻ്റെ അതിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ട്രില്യൺ പാരാമീറ്റേഴ്സാണ്.
ഈ 1 ട്രില്യൺ പാരാമീറ്റേഴ്സുള്ള വലിയൊരു ഇക്വേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുക. അത് കാൽക്കുലേഷൻ ചെയ്യണം എത്രത്തോളം കമ്പ്യൂട്ടേഷൻ പവർ വേണം. ഇത് ഓൾറെഡി ട്രെയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന് ഇൻഫറൻസ് എന്നാണ് പറയുക. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിലെ വേർഡ്സുകളുള്ള പാറ്റേണുകൾ കണ്ടെത്തിയിട്ട് അതിനുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മളൊരു ഇക്വേഷനിൽ എക്സിനും വൈക്കും എങ്ങനെയാണോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ ഇതിൽ ഈ ഒരു 1 ട്രില്യൺ പാരാമീറ്റേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻസ് മേ ബി 1 ട്രില്യൺ ഉണ്ടാവില്ല, ഓരോ ക്വസ്റ്റ്യൻസിനനുസരിച്ചായിരിക്കും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിലൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ChatGPT ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്യൂ സെക്കൻഡ്സ് ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവർ ആൻസർ ആയിട്ട് തരുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ ആവശ്യമാണ്. ട്രെയിനിങ് സൈഡിൽ ഇൻഫറൻസ് സൈഡിലും കമ്പ്യൂട്ടേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഹാർഡ്വെയർ മേഖലകളിലൊക്കെ നടക്കുന്നത്, ഇപ്പോൾ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ പറഞ്ഞാൽ ഇത് എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആക്കാം ഗോയിങ് ഫോർവേഡ്. ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഡാറ്റ പോരെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കുമ്പോൾ ChatGPT ഓരോ ഇത് റിലീസ് ചെയ്യുന്ന സമയത്തും എഫിഷ്യൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ ഇൻഫറൻസിൻ്റെ കമ്പ്യൂട്ടേഷൻ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സെമി കണ്ടക്ടർ മേഖലയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത്, ഒന്ന് അടുത്ത ചിപ്പ് ഇറക്കുന്ന പഴയ ചിപ്പിനേക്കാൾ സ്പീഡ് കൂടണം. നിങ്ങൾ ഫോൺ വാങ്ങുന്ന സമയത്തും ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്തൊക്കെ ആലോചിക്കുന്നതിന് സ്പീഡ് കൂടുതലുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പവർ എഫിഷ്യൻ്റ് ആവണം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ സാം ആൾട്ട്മാനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ ChatGPT ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഈ പ്ലീസ് എന്നുള്ളതും പ്ലീസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള വേർഡ്സൊക്കെ ഒഴിവാക്കിയാൽ പോലും നമുക്ക് ലോകത്തിൽ ഒരുപാട് ഇലക്ട്രിസിറ്റി കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഓരോ ടോക്കണാണ് പ്ലീസ് എന്ന് കൊടുത്താൽ പോലും. എന്നിട്ട് പോലും അത് അപ്പോൾ ഇത്രയും കുറേ യൂസേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം തന്നെ അവർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്ലീസ് അതിലുണ്ടാവും. ഇതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ വേർഡാണ്, അത്രയും ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവർ ആവശ്യമാണ് ഇത് ട്രെയിൻ ചെയ്യാനും ഇതിൻ്റെ ഇൻഫറൻസിങ്ങിനും. അതായത് ഡാറ്റാ സെൻറ്ററുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഗിഗാ ഹെഡ്സ് റേഞ്ചിലുള്ള ഗിഗാ വാട്ട്സ് റേഞ്ചിലുള്ള ഇലക്ട്രിസിറ്റീസൊക്കെ യൂസ് ചെയ്തുകൊണ്ടുണ്ടാകും. അപ്പോൾ പവർ എഫിഷ്യൻ്റ് ആവണം, നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടണം. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്പേസ് കുറക്കണം. ലെസ് സ്പേസിൽ വലിയ ചിപ്പുകൾ ഉണ്ടാക്കണം. ഇത് മൂന്നുമാണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ചിപ്പ് ഉണ്ടാക്കുന്ന ഇത് മൂന്നുമാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പവർ എത്രത്തോളം കുറക്കാൻ പറ്റുന്ന അത്ര പവർ എന്നാൽ സിംപ്ലി നമ്മൾ ആലോചിക്കുന്ന ഫോണിൽ കൂടുതൽ സമയം 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഫോൺ 15 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഹാപ്പി ആവില്ലേ? ഇത് ഫോണിൻ്റെ കേസിൽ മാത്രമല്ല, ഡാറ്റാ സെൻറ്ററിൻ്റെ കേസിലും ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും ടെക്നോളജീസാണ് ഹാർഡ്വെയറിൽ AI മോഡൽസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ കരിയറിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞില്ലേ, അപ്പം യാസീൻ പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം ഓരോ ഇൻഡസ്ട്രീസും AI അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ഇൻഡസ്ട്രീസ് AIനെ പോസിബിൾ ആക്കാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹാർഡ്വെയർ ഇൻഡസ്ട്രീസ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ്, ഇവിടെയൊക്കെ AI എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. മറ്റ് ഇൻഡസ്ട്രീസ് അതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റിലോട്ടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാർ പറഞ്ഞ കേസിൽ നിങ്ങൾ AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടോ? യാസീൻ പറഞ്ഞ കേസിൽ അവർ AIനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബെറ്റർ ഹാർഡ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ 2 രീതിയിലായിരിക്കും ഒരു AIൻ്റെ 2 സൈഡ്സ് എന്ന് പറയാം. ഒന്ന് ഒരു ഡെവലപ്പിംഗ് ഏരിയ ഉണ്ട്, മറ്റൊന്നൊരു ഏരിയ ഓഫ് യൂട്ടിലിറ്റി ഉണ്ട്, യൂസേഴ്സ് എല്ലാം ഉള്ള. അപ്പം നിങ്ങളൊരു കരിയറിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ യൂസർ ആകണോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ AI ടൂൾസാണ് പഠിക്കേണ്ടത് എന്നാണ്. ഇപ്പം ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറിന് അറിയേണ്ട AI അസിസ്റ്റൻസ് ഏതൊക്കെയാണുള്ളത് എന്നുള്ളതാണ്. അതേസമയം ഒരു AI എഞ്ചിനീയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഫീൽഡിലെ AI എഞ്ചിനീയർ ആകാൻ, AIൻ്റെ മോഡൽസ് ഡെവലപ്പ് ചെയ്യലാണോ അതോ AIക്ക് വേണ്ടിയുള്ള ഹാർഡ്വെയർസ് ഡെവലപ്പ് ചെയ്യലാണോ, അത്തരത്തിലുള്ള രീതിയിലാണ് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കരിയർ ഞാൻ ഒന്നും കൂടി റീഫ്രൈസ് ചെയ്യാണ്, നദീം പറഞ്ഞത് തന്നെയാണ്. AI ബന്ധപ്പെട്ട് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന് നമ്മൾ കമ്പ്യൂട്ടർ AIനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏരിയയിലേക്ക് പോകുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നദീമും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ആ ഒരു മേഖലയിലാണ്. രണ്ട് ഏരിയ ആണെന്നേ ഉള്ളൂ. പക്ഷെ 2 പേരും വർക്ക് ചെയ്യുന്നത്, ഒരാളൊരു സോഫ്റ്റ്വെയർ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അങ്ങനെ പറയാം, എൻ്റെ ഭാഷയിൽ സോഫ്റ്റ്വെയർ സൈഡാണെന്നും മറ്റേ ആൾ ഹാർഡ്വെയർ സൈഡാണെന്നും പറയാം. ഇതാണ് ഒരു ഏരിയ വരുന്നത് കരിയർ എന്ന് പറയുന്നത്. രണ്ടാമത്, ഇപ്പോൾ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഓരോ കോഴ്സിൻ്റെ കൂടെ AI കൊടുക്കുന്നു. BCom വിത്ത് AI, BA ഹിസ്റ്ററി വിത്ത് AI ഉണ്ടോയെന്ന് ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവും. BA ഹിസ്റ്ററി വിത്ത് AI അല്ലെങ്കിൽ അപ്പോൾ
അതെന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷനെ സത്യത്തിൽ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ എ വേണം. നമ്മൾ എയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. നദീമ പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷനാണ് അതിൽ. നമ്മൾ ആ ടൂൾസിനെ പരിചയപ്പെടണം. ഞാൻ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ മേഖലയിൽ എന്തൊക്കെ പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ ടൂൾസ് വരുന്നുണ്ടോ, അതെല്ലാം ഞാൻ ഉപയോഗിക്കണം. കാരണം അതെൻ്റെ ഒരുപാട് സമയം സേവ് ചെയ്യുന്നു. സമയത്തിനേക്കാൾ അല്ലേ, ഇപ്പോൾ യാസീൻ പറഞ്ഞതല്ലോ, അവർക്ക് അടുത്ത സ്റ്റെപ്പ് പോകേണ്ടത് എന്താണ്? ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ്വെയർ കണ്ടെത്തുക എന്നുള്ളതാണ്. സമയത്തിൻ്റെ വാല്യൂ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്തിൻ്റെ വാല്യൂ പ്രോസസ്സ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു എന്നതുകൊണ്ടാണ് തന്നെ ഇത്രയും എന്ത് ചെയ്തത് ഇപ്പോൾ വന്നത്. നമ്മുടെ മൊബൈൽസൊക്കെ അങ്ങനെയാണ്. നമ്മൾ മുമ്പ് പഴയ കമ്പ്യൂട്ടർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു 1, 2 പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര സ്ലോ ആയിരുന്നു നമുക്കറിയാം, ഒരു കാര്യം ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ മൊബൈൽ ഉൾപ്പെടെ എത്ര സ്പീഡിലാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. ആ സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഏത് മേഖലയും, നമ്മൾ എന്ത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിലും ആ മേഖലയിൽ നമ്മളുടെ സ്പീഡ് കൂടുകയാണ്. നമ്മളുടെ ഒരുപാട് സമയം സേവ് ചെയ്യുന്നു, നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു വർക്ക് തന്നെ അല്ലേ, സമയം തന്നെയാണ് അതിൽ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ എഫേർട്ടും കുറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ ആ ഒരു മേഖലയിൽ. അപ്പോൾ ഐഡിയാസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ ആ ഏരിയ തന്നെയാണ് പഠിക്കേണ്ടത്. എൻ്റെ പേഴ്സണലി ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആളാണ്. അപ്പോൾ ഞാൻ അധ്യാപകനാകുമ്പോൾ എൻ്റെ അധ്യാപനത്തിലാണ് എനിക്ക് വേണ്ടത്. മറ്റെല്ലാം സൈഡാണ്. ഇപ്പോൾ VR ടെക്നോളജി ഉപയോഗിച്ചിട്ട് നൗഫൽ സാറിൻ്റെ കയ്യിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. സയൻസ് ലാബ് ഉൾപ്പെടെ അല്ലേ, ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഉപയോഗിക്കാം. ഞാൻ എന്തായിരിക്കണം, അധ്യാപനത്തിൻ്റെ ആ സയൻസ് ലാബ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെപ്പറ്റി നല്ല ബോധമുള്ള ആളായിരിക്കണം. ഞാൻ ആ ടൂള് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ ടൂള് മാത്രം പഠിച്ചിട്ട് പോയി കുട്ടികൾക്ക് സയൻസ് പഠിപ്പിച്ചാൽ ഒന്നും പഠിക്കില്ല അവർ. എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് അതെല്ലാത്തിലും, ഹെൽത്തിലാവട്ടെ, എഡ്യൂക്കേഷനിലാവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും ടൂൾസ് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും കരിയറായിട്ട് വരേണ്ടത്. എഡ്യൂക്കേഷനിൽ ഇത് വാല്യൂ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ആണ് നമ്മളെല്ലാവരും ഒന്നെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അധ്യാപകരായിട്ടിരുന്ന ആളുകളായിരിക്കും. രണ്ടുപേരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ 3 തരത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ലോ ആവറേജ് ഉണ്ടാവും, ആവറേജ് ഉണ്ടാവും, എബോവ് ആവറേജ് ഉണ്ടാവും. ഈ 3 ടൈപ്പ് ഓഫ് കുട്ടികളെയും കോർത്തിണക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ആസ് എ ടീച്ചർ, ആസ് എ സ്റ്റുഡൻറ് ഓൾസോ. നിങ്ങളൊരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ബോറടിക്കും. ലോ ആവറേജ് കാരണം ഒന്നും മനസ്സിലാവില്ല. ഒരു പ്രശ്നമാണ്, എല്ലാവരും ഫേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ടീച്ചറും ജനറലി പോവുക ആവറേജുകാരൻ്റെ ക്ലാസ്സിലാണ് പോവുക. അപ്പോൾ എബോവ് ആവറേജുകാരന് ബോറടിക്കും, ലോ ആവറേജുകാരൻ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടർ എന്നുള്ളൊരു രൂപത്തിൽ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റും. കൺവെൻഷൻ സ്കൂളിംഗ് സിസ്റ്റത്തിൽ അത് പോസിബിൾ അല്ല, കാരണം ഒരു ടീച്ചർക്ക് വന്നത് പറ്റില്ല. പക്ഷേ ഒരു ഹൈബ്രിഡ് മോഡൽ ഓഫ് സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് AI എനാബിൾഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ വെർച്വൽ ആയിട്ടുള്ള ക്ലാസ് റൂം പ്ലസ് നോർമൽ ക്ലാസ് റൂം കൂടി ഉണ്ടായ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻസ് എവിടെയൊക്കെ വീക്കാണ്, എവിടെയൊക്കെ സ്ട്രോങ് ആണ് എന്നുള്ളത് AI മോഡൽസിന് ഈസിലി ലേൺ ചെയ്യാൻ പറ്റും. അതായത് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് ഒരു എക്സാം നടത്തിയതെന്ന് മനസ്സിലാവും. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു എക്സാം നടത്തിയാലും എക്സാമിൽ നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഞാൻ പഠിക്കാതെ എന്നതിൻ്റെ ആൻസർ നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഇത് AI മോഡൽസിന് വിത്തിൻ സെക്കൻഡ്സിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അവർ നെക്സ്റ്റ് ഫേസിൽ ഈ കുട്ടിക്ക് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് എവിടെയാണോ വീക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കും. എവിടെയാണ് ഈ കുട്ടി സ്ട്രോങ് അവിടെ ആ കുട്ടിക്ക് ഭയങ്കര സ്പീഡായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ആ കുട്ടിയുടെ ടൈം വളരെ എഫിഷ്യൻ്റ് ആയിട്ടും ആ കുട്ടിക്ക് ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതാണ് AIക്ക് വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഗ്രേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ സമയത്തിനെല്ലാം വില തരുന്ന ഒരു രൂപത്തിലുള്ള ഒരു ചേഞ്ച് AIക്ക് ഈ ഒരു മോഡൽ വഴി, അതായത് ഡാറ്റാ സയൻസും ഈ കുട്ടി എവിടെയാണ് പഠിക്കുന്ന പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ആ തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുത്ത്, ഇപ്പോൾ എക്സാംസ് ആണെങ്കിലും ഈ കുട്ടിക്ക് അറിയാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അതിൽ കൂടുതൽ ട്രെയിൻ ചെയ്യിക്കുന്ന രൂപത്തിലൊക്കെ ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. യാസീൻ പറഞ്ഞതിൻ്റെ ഒരു തന്നെയാണ്, കുട്ടികളിലോട്ടേക്ക് വരുമ്പോഴത്തേക്കും സാറും പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. എന്ത് പഠിക്കണം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആവും. AIൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 തലങ്ങളിലാണ്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് വഴി തന്നെ ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സ് എക്കണോമീൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ AIൻ്റെ ഒരു കോൺസെപ്റ്റ് യാഥാർത്ഥ്യമാക്കാൻ ഒരു 50 വർഷം മുമ്പ്
അല്ലെങ്കിൽ ഓരോ ഡെക്കേഡ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ ഗവൺമെൻറ് എൻറ്റിറ്റീസ് ബിസിനസ് എൻറ്റിറ്റീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ഹെവി ഫ്ലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൽ പിന്നിലൊരു റിസർച്ച് അടക്കും ഡെവലപ്മെൻറ്റ് അടക്കും എക്കണോമി ബൂം ചെയ്യും. അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഔട്ട്കം എക്കണോമിയിലുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ChatGPT ഗൂഗിള് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇവഞ്ച്വലി നമ്മുടെ കയ്യിലെത്തുന്നത്. ഇതൊരു ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് സൊസൈറ്റിയിലോട്ടേക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എത്തും. മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, നമുക്കെങ്ങനെ ഇത് കിട്ടുന്നു, ഗവൺമെൻറ് സപ്പോർട്ട്, എഡ്യൂക്കേഷണൽ സിസ്റ്റംസിൻ്റെ സപ്പോർട്ട് പോലത്തുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെങ്ങനെ ഗവൺമെൻറ് ചെയ്യേണ്ട പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ എൻഹാൻസ്മെൻറ്റ്സ് കൊണ്ടുവരിക, കുറേ കൂടെ ടെക്നിക്കലി കുട്ടികൾക്ക് പാത്ത് കുറേ കൂടെ ക്ലിയർ ആക്കി കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക. ബട്ട് നമ്മുടെ പാർട്ടിൽ നമുക്കൊരു ബോധം ഉണ്ടാവണം. വഴി കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ChatGPT പഠിപ്പിച്ച് കൊടുക്കപ്പെടും എന്ന് കണ്ടു കഴിഞ്ഞാൽ പോകേണ്ടതില്ല. നിങ്ങളെ ആരും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ ആരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് എന്ത് വിഡിത്തായിരിക്കും. നിങ്ങളിപ്പം പഠിച്ച ഇൻസ്റ്റഗ്രാം ആണോ 2 വർഷം കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുക? പുതിയ ഫീച്ചർ കാണില്ലേ? നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച പല ഫീച്ചേഴ്സും പോയിട്ടുണ്ടാവില്ലേ? അപ്പം ChatGPT എന്ന് പറഞ്ഞൊരു യൂസർ അതിന് പിന്നിലൊരു UI/UX ടീം എന്ന് പറയും നമ്മൾ. എന്നുവെച്ചാൽ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഉദ്ദേശമെന്നേ പറയുന്നത് നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പം നിങ്ങളോട് ആരും പഠിപ്പിച്ചിട്ടല്ല, നിങ്ങൾ ഹോൾഡ് ചെയ്ത് ടാപ്പ് ചെയ്യുമ്പം ഓപ്ഷൻസ് വരുന്നത്, നിങ്ങൾക്കൊരു ഫീലിംഗ് വരികയാണ്. അതിൽ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു എഞ്ചിനീയറിംഗ് ടീം ഉണ്ട്. ഇതുപോലെ ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിനും നിങ്ങൾ സെൽഫ് ലേൺ ചെയ്ത് പോകാനുള്ളത് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കോഴ്സുകൾ അഡാപ്റ്റ് ചെയ്ത് റെസ്യൂമെയിൽ വെക്കുന്നതിന് പകരം കുറേ കൂടെ ചെയ്യേണ്ടത് ഞാൻ ആരാകണം, അതിലെനിക്ക് എത്രത്തോളം എഫിഷ്യൻ്റ് ആകാൻ പറ്റും, അതിന് എത്രത്തോളം AI ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കലാണ്. അപ്പം ആക്ച്വലി നമ്മുടെ ജോലിയും തൊഴിലവസരങ്ങളും ഒന്നും എവിടെയും പോകുന്നില്ല. നിങ്ങൾക്ക് പക്ഷേ ആകാൻ പറ്റുന്നത് പണ്ടുണ്ടായ ഒരു കാർഡിയാക് സർജൻ്റെ കാട്ടിയും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാർഡിയാക് സർജൻ ഇന്നാകാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അയാൾക്കൊരു 10 വർഷം കൊണ്ട് കിട്ടേണ്ട നോളജ്, എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ലേണിംഗ് കേർവ്സ് നിങ്ങൾക്കിന്ന് വളരെ സിംപ്ലിഫൈഡ് ആണ്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അല്ലാതെ AI റോബോട്ടിക് സർജറി വന്നതുകൊണ്ട് നമ്മുടെ ജോലിയെല്ലാം മൊത്തത്തിൽ പോയി എന്നുള്ളതല്ല. അങ്ങനെ ജോലി മൊത്തത്തിൽ പോകുന്നതും ഇന്നെഫിഷ്യൻസി ഉള്ള ഭാഗങ്ങളെ പോകുള്ളൂ, എഫിഷ്യൻസി ഉള്ളിടത്ത് പോവില്ല. നേരത്തെ യാസീൻ പറഞ്ഞതുപോലെ. ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആർക്കെങ്കിലും ചോദിക്കാനുള്ളവർക്ക്. ഇപ്പം സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം, അല്ലാതെയും ചോദിക്കാം. കരിയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മെയിനായിട്ട് മേജറായിട്ട് ഈ AI റിലേറ്റഡ് ജോബ്സിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പറയുന്നത് ഇത് എനാബിളേഴ്സ് ആണ്. ഇപ്പോൾ DeepSeek വന്ന സമയത്ത് US-ലുള്ള ടെക് സ്റ്റോക്സുകളെല്ലാം വളരെ താഴെ പോയി. ഭയങ്കര ബില്യൺ കണക്കിന് ഡോളേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടു ഒരു രാത്രി കൊണ്ട്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീപ്സീക്കിൻ്റെ പിന്നിലുള്ളത് വളരെ മാത്തമാറ്റിക്കലായിട്ട് എഫിഷ്യൻ്റ് കുറഞ്ഞ GPUs വെച്ചിട്ട് എങ്ങനെ ഇത് ട്രെയിൻ. അതുവരെ ChatGPTക്ക് ഇൻവിഡിയോയുടെ കുറേ GPUs വേണം എന്നുള്ള ഒരു ഹൈപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവർ കുറച്ചും കൂടെ മാത്തമാറ്റിക്കലായിട്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ ഇതിനെ ചിന്തിച്ചിട്ട് ഇതിൻ്റെ ട്രെയിനിങ് കുറച്ചും കൂടെ സിമ്പിൾ ഹാർഡ്വെയറിൽ ചെയ്യുന്നതായിട്ട് ചിന്തിച്ച് ഇതുപോലുള്ള ഇപ്പോൾ DeepSeek ആണെങ്കിലും ChatGPT ആണെങ്കിലും ജെമിനിയൊക്കെ ഇത് എനാബിൾ ചെയ്യുന്ന ഹൈ മാത്തമാറ്റിക്കൽ സ്കില്ല, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നല്ല കഴിവുള്ള, പ്രൊബബിലിറ്റിയിലൊക്കെ നല്ല കഴിവുള്ള, നിങ്ങൾ മാത്തമാറ്റിക്കൽ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് പോകും. അത് ഡ്രീം ജോബാണ് AI. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാരലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GPUs ഒക്കെ ഉണ്ടാക്കുന്ന ഇതിൻ്റെ ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന ഒരു പാർട്ട്. ഇതിൻ്റെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മളെ ജോബിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാറ്റ സയൻറ്റിസ്റ്റുകൾ ഒരു ഭയങ്കര നോയിസ് കണ്ടൻ്റ് ഉള്ള ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡാറ്റ ക്ലീൻ ചെയ്തെടുക്കുക, എന്നിട്ട് ആ ഡാറ്റിനെ നമ്മൾ പൈത്തണൊക്കെ അല്ലെങ്കിൽ R പ്രോഗ്രാമിംഗ് വെച്ചിട്ടുള്ള AI കോഡ് ചെയ്തിട്ട് AI മോഡൽസ് വെച്ചിട്ട് നല്ല ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ഡീറ്റെയിൽസ് ആയിട്ട് തരും. അതായത് ഡാറ്റ സയൻറ്റിസ്റ്റ് ജോബുകൾ. അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ. ഇതിൻ്റെ തേർഡ് ലെവൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ AI ടൂൾസ് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അതൊരു എല്ലാ ജോബിലും പറ്റുന്ന ഒരു സാധനമാണത്. നിങ്ങൾക്കത് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ChatGPT മാത്രമാണെന്നില്ല, അത് റിലേറ്റഡ് ഇപ്പോൾ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. വീഡിയോ എഡിറ്റർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആനിമേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർജൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ റേഡിയോളജിസ്റ്റ് ഒരു 20 വർഷങ്ങൾ കൊണ്ട് കാണുന്ന കേസസ് നമ്മുടെ
മോഡൽസിന് ഇപ്പോൾ IBM ഒക്കെ ഹെൽത്ത് കെയറിലുള്ള മോഡൽസിന് വിത്തിൻ ഡേയ്സ് അതിനേക്കാൾ കോടിക്കണക്കിന് സാധനങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് അതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ആവാൻ പറ്റും. പക്ഷേ ഒരു ഡോക്ടർക്ക് ഈ ഒരു മോഡൽ പ്ലസ് കാര്യം, ഡോക്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ഏത് ജോബിലാണെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ ഞങ്ങളൊക്കെ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് എന്നുള്ളൊരു സാധനമുണ്ട്. അത് നമ്മൾ കോഡിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി, ആൾ ഫില്ല് ചെയ്തോളും. പിന്നെ ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. അതായത് 10 പേര് പണ്ട് ഇരുന്ന് കോഡ് ചെയ്തിരുന്ന സാധനം ഒരാൾക്ക് മാത്രം ഇരുന്ന് ചെയ്യാം. കാരണം കോഡുകളെല്ലാം സജഷനായിട്ട് വരും. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ഇതാക്കിയിരുന്നു. അപ്പം ഞങ്ങൾ ഹാർഡ്വെയറിലാണെങ്കിൽ ഒരു ഹാർഡ്വെയർ ആർക്കിടെക്ചർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഡോക്യുമെൻ്റ് ഉണ്ട്. ഒരു 10,000-20,000 പേജ് ഉണ്ടാവും ഓരോ ഹാർഡ്വെയറിനെ കുറിച്ചും പുതിയ സാധനം ഇറങ്ങുന്ന സമയത്ത്. നമ്മളെല്ലാം ഇത് പഠിച്ചിട്ടാണ് ഇതിന് മുന്നേ ചെയ്തിരുന്നത്. ഇപ്പം ഇതെല്ലാം പഠിച്ച മോഡൽസ് അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ChatGPT ചോദിക്കുന്ന പോലെ അതിനോട് അങ്ങോട്ട് ചോദിച്ചാൽ മതി. കാരണം ഇത് ഈ മോഡൽസ് ഇരുന്ന് ഈ ഒരു ഡാറ്റ ഇരുന്ന് പഠിച്ചുള്ള ആൾ കറക്റ്റായിട്ട് ആൻസർ എടുത്ത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് മൂന്നാമത്തെ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ ഫീൽഡിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ChatGPT ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പേപ്പർ ഉണ്ടാക്കണം, കാര്യങ്ങൾ പഠിക്കണം. ഇങ്ങനെ എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന AI ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് വെച്ചിട്ട് ജോബ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസൈനിങ് നമുക്ക് AI ടൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു മൂന്നാമത്തെ കാറ്റഗറി. ഇതിന് നിങ്ങൾക്ക് ഹൈലി മാത്തമാറ്റിക്കൽ സ്കില്ലോ കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് 2 കാറ്റഗറിക്ക് മാത്തമാറ്റിക്കലും അനലിറ്റിക്കൽ സ്കില്ലും നന്നായിട്ട് വേണം. ഇത് മൂന്നാമത്തെ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അതെല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരമാണ് കേട്ടോ. ആർക്കെങ്കിലും ഇവിടെ സംസാരിച്ച വിഷയമായിട്ടോ അല്ലെങ്കിൽ പൊതുവിൽ AI ഡാറ്റാ സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയങ്ങളെപ്പറ്റി ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ നിലവിൽ AI മേഖലയിൽ കോഴ്സുകൾ, സർട്ടിഫൈഡ് കോഴ്സുകൾ വന്നു തുടങ്ങിയോ? പ്രൈവറ്റ് എന്നല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും മറ്റൊക്കെ വന്നു തുടങ്ങിയോ? അതുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയുക, ഓതൻറ്റിക് ആയിട്ടുള്ള എവിടെയാണ് AI ഫീൽഡിലുള്ള കോഴ്സുകൾ, സർട്ടിഫൈഡ് കോഴ്സുകൾ? ഡാറ്റാ സയൻസിലാണെങ്കിൽ IIT മദ്രാസ് ഓഫർ ചെയ്യുന്ന ഒരു ഓൺലൈൻ BSc കോഴ്സ് ഉണ്ട്. IIT മദ്രാസ് ഓൺലൈൻ. അത് ആർക്കും ചെയ്യാം. അതിന് ഇന്ന ഇത് ചെയ്യണമെന്നൊന്നുമില്ല. അവരുടെ ടെസ്റ്റ് ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്ത് ആർക്കും ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. IIT മദ്രാസിൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻറ്റ് പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. 3 ഇയർ കോഴ്സാണ്. അതിന് 3 എക്സിറ്റുകളുണ്ട്. ഓരോ എക്സിറ്റുകളും കറക്റ്റ് ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഫസ്റ്റ് ലെവൽ എക്സിറ്റ്, സെക്കൻഡ് ലെവൽ എക്സിറ്റ്, തേർഡ് ലെവൽ എക്സിറ്റ്. അത് 1 ഇയർ 2 ഇയർ 3 ഇയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഒരു ഈ ഡാറ്റാ സയൻസ് മേഖലയിൽ നല്ലൊരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു കോഴ്സാണ്. അതെ, ഡാറ്റാ സയൻസ് അത് നേരത്തെ ഉള്ളതല്ലേ അല്ലേ? ഈ അല്ലാതെ AI റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈഡ് കോഴ്സുകൾ എന്നാണ് ഞാൻ ചോദിച്ചത്. AI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഞങ്ങൾ പറയുന്നത് ഈ ഡാറ്റയുടെ മോഡേൺ മെത്തേഡ് തന്നെ ആയിരിക്കും AI ആയിട്ട് മാറിയിട്ടുണ്ടാവുക. അതുകൊണ്ട് AIക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് കോഴ്സുകൾ വേണ്ടതില്ല. പഴയ തന്നെ മോഡിഫൈ ചെയ്ത് AI റിലേറ്റഡ് കോഴ്സുകളായി വരുന്നതായിരിക്കും സാർ ഉദ്ദേശം ഉണ്ടാവുക അല്ലേ? അതന്നെ പഴയ ഡാറ്റാ സയൻസ് കോഴ്സുകൾ തന്നെ മതി. ഡാറ്റാ സയൻസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് AI എന്ന് പറയും. എയുടെ സാധനം തന്നെ ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് AI മോഡൽസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഡാറ്റയിലെ പാറ്റേൺസ് കണ്ടെത്തുക. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ AI വന്നാൽ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ള ജോബാണ് റീപ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോബ് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്തിട്ട് ചെയ്യുന്ന ജോബാണോ നിങ്ങൾ ആലോചിക്കുക.
അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉള്ള ജോബാണോ എന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജോബാണെങ്കിൽ കസ്റ്റമർ ഒരു പ്രശ്നം പറയുന്നു, അവരതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നു, അവർക്ക് സൊല്യൂഷൻ പറയാൻ പറ്റുന്നെങ്കിൽ അവർ എസ്കലേറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം, ഇത് ഈസി ആയിട്ട് എഐക്ക് റീപ്ലേസ് ചെയ്യാം. അയാളുടെ ആവശ്യമില്ല, മോഡൽ അവിടെ വെച്ച് മോഡൽ ചെയ്തു കൊടുത്തോളും. അയാളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഓൾറെഡി ഒരു സ്പീക്ക് ചെയ്യുന്നത് മനുഷ്യനല്ല, AI മോഡൽസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഡാറ്റാ സയൻസ് വെച്ചിട്ടാണ്. നിലവിൽ ഈ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, പിന്നെ എഐക്ക് ഇപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണ് എന്ന്. അതിന് ഒരു പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റുന്ന ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഞാൻ മറുപടി പറയാം. ഞാൻ മനസ്സിലാക്കിയ ചോദ്യത്തിൽ നിന്നുള്ള മറുപടി പറയാം കേട്ടോ. AI എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ കോഴ്സുകളൊക്കെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്, അത് എത്രത്തോളം വാലിഡ് ആണെന്ന അർത്ഥത്തിൽ കൂടിയല്ലേ ചോദ്യം വരുന്നത്? അതുകൂടി ഉദ്ദേശിച്ചിട്ടല്ലേ ചോദ്യം വരുന്നത്? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. AI എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിൻ്റെ നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ അത് വന്നിരുന്നു. അതായത് ഇതിൻ്റെ ഒരു ബേസിക് സാധനം എന്ന് പറയുന്നത് എപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അത് പഠിക്കാതെ എന്ത് കഴിയില്ല, AI എന്നുള്ള സാധനം. പക്ഷേ AI എന്ന രൂപത്തിൽ ഇനി കോഴ്സ് വരുമ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് പ്രധാനപ്പെട്ട കോഴ്സായിട്ട് മാറില്ല. അതിന് കാരണം ഇപ്പോൾ AI-യുടെ ഒരു പിന്നെ എങ്ങനെയാണ് AI-യുടെ ഒരു പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള സാധനം, അതിൻ്റെ ഒരു സാധനം നദീമൊക്കെ പറയുന്നുണ്ടാവും. അത് പഠിച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ തന്നെ അവർക്കതിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അടുത്ത ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം ബേസിക് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ യാസീൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രൊഫഷണൽ ഏറ്റവും കൂടുതൽ ഇതിൽ സമ്പാദിക്കുന്നത്. ഇപ്പോൾ ഡീപ് സീക്കിൻ്റെ ഉദാഹരണം തന്നിട്ട് പറഞ്ഞത് അവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടൂൾ ഉപയോഗിക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ AI-യുടെ ആ ഒരു സിസ്റ്റം മാത്രം പഠിച്ച ആളുകളല്ല അതിൽ ഹൈ ആവുന്നത്. മാത്തമാറ്റിക്കൽ സയൻസും ഇതും എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ ഹയർ ലെവലിൽ പഠിക്കുകയും അത് ഉപയോഗിക്കാൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാനും കഴിയുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ബേസിക് അവർക്കാണ് അറിയുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ സ്ട്രക്ചർ ബോഡി അവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ AI എന്ന് പേര് പറഞ്ഞ കോഴ്സ് വന്നാലും കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അത് ഓക്കെയാണ്, ആ കോഴ്സുകൾ ഓക്കെയാണ്. അതേ സമയത്ത് AI എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ടീം പുതിയൊരു കോഴ്സ് കൊണ്ട് വന്നു, അതിൽ ഈ പറഞ്ഞ മേഖലകളൊന്നും വരുന്നില്ല എങ്കിൽ ഐ ആം ഡൗട്ട്ഫുൾ. അങ്ങനെ അത് എത്രത്തോളം വാലിഡ് ആയിരിക്കും എന്നുള്ളത്. സർട്ടിഫിക്കറ്റ് എന്ന രൂപത്തിൽ മിക്ക യൂണിവേഴ്സിറ്റികളുടെയും അല്ലെങ്കിൽ BTech കോഴ്സുകളുടെയൊക്കെ കൂടെ AI ആഡ് ഓൺ ആയിട്ട് വരുന്നത് ഓൾറെഡി ആക്സെപ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആഡ് ഓൺ ആയിട്ട് വരുന്നത് അത് BTech വിത്ത് AI, BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI, ആ ഒരു രൂപത്തിൽ. ക്ലിയർ ആണോ ചോദ്യത്തിന്? വൃത്തിയായിട്ടില്ല. എനിക്ക് തോന്നുന്നു 1-2 പോയിന്റും കൂടെ ആഡ് ഓൺ ചെയ്യണം തോന്നുന്നത്. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലൊരു കൺഫ്യൂഷൻ ഉണ്ട് സത്യത്തിൽ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ AI എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ഒരു വേർഡാണ്. അപ്പോൾ അത് AI പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ AI ഇപ്പോൾ എല്ലാത്തിലും അതാണ് ഈ ഒരു പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ളതും ആളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതും. അതായത് നമ്മൾ കുറച്ചും കൂടെ ഒരു നോർമൽ ലേമൻ രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ റൂട്ടീൻ കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫ് വരുന്നു പോകുന്നു, എത്ര പേര് ഇരിക്കുന്നുണ്ട്, എത്ര പേര് കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ അവിടെ സാധാരണ ചെയ്യുന്നത് എന്താണ്, ഒരു HR-നെ അവിടെ പ്ലേസ് ചെയ്യും. ഇപ്പോൾ HR നോക്കും, അതിന് അറ്റൻഡൻസ് എടുത്തിട്ട് HR വൈകുന്നേരം വന്നിട്ട് ഇന്ന് 10 പേര് വന്നിട്ടുണ്ടെന്ന്, ഒരാൾ ലേറ്റായിട്ടാണ് വന്നത്, ഇത് ചെയ്യുകയാണെന്നുള്ളതാണല്ലോ. അപ്പം ഇത് ഞാൻ AI-യിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിന് ഞാനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആൾ കയറി വരുമ്പോൾ തന്നെ ഒരു കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജിയിൽ ആളെ ഡിറ്റക്ട് ചെയ്യുക, അത് ഫേസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ആളെ ഡിറ്റക്ട് ചെയ്ത് ഇന്ന ആൾ, അതായത് എൻ്റെ ഡാറ്റ എടുത്തിട്ട് ഇന്ന ആൾ ഇവിടെ എത്തി എന്ന് മനസ്സിലായി, എത്തിയ സമയം റെക്കോർഡ് ചെയ്യും. അത് ഓട്ടോമാറ്റഡ് ജനറേറ്റ് ചെയ്ത് ആൾ ഇരുന്നത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ ഡാറ്റാസ് എടുത്ത് ഇയാൾ വർക്ക് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് എല്ലാം ചെയ്തു തരുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും എന്ന് വിചാരിക്കുക, സിമ്പിളായിട്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമല്ലോ,
ഇത് മനുഷ്യൻ ചെയ്യുന്ന ഒരു പണി ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് പലതും. ഇതിനകത്ത് കുറേ കൃത്രിമമായ സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് കുറച്ച് കോഡിങ് സോഫ്റ്റ്വെയറുകൾ. അതുകൊണ്ടാണ് ഇവരൊക്കെ നേരത്തെ പറഞ്ഞത് മാത്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലോജിക്കൽ സ്കില്ലില്ലാത്ത ഒരാൾക്ക് പോയിട്ട് അതിനകത്ത് ഒരു വലിയ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രയാസമാണെന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കില്ല് ഇപ്പോൾ ഇതിനകത്ത് പൈത്തൺ വരുന്നുണ്ട്, ആറ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് ഇവരുടെ കണ്ടന്റിൻ്റെ അകത്ത് ഇതിൻ്റെ ബേസ് വരുന്ന സാധനങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇവർ കൊടുക്കുന്നത് എന്താണെന്ന് മനസ്സിലായി. ഇപ്പോൾ IIT മദ്രാസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടീം, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഏത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, അവർ ഈവൻ മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടൊക്കെ നല്ല കോഴ്സുകളുണ്ട്. എഡെക്സിലൊക്കെ നല്ല AI റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തരുടെ യൂസിന് അതിപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അത് AI ബേസ്ഡ് ആപ്ലിക്കേഷനാണ്, നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്, നമ്മളെല്ലാ ഡാറ്റ എടുത്തുകൊണ്ട്. അപ്പം ഇത് ഇങ്ങനെ നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റകളെല്ലാം നമുക്ക് കോഡ് ചെയ്ത് റെഡിയാക്കി തരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കോഡിംഗ് ഭാഷ നമുക്കറിയണം. അത് പഠിപ്പിക്കുന്ന സെൻറ്ററിനെ കുറിച്ച് AI പഠിപ്പിക്കുന്ന സെൻറ്ററിൽ ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായകരമാകുന്ന രീതിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു നോർമൽ കേസിൽ പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം ഞാൻ ആഡ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. ബാക്കി വാട്ട് എവർ ഹി സെഡ് ദാറ്റ് ഈസ് റൈറ്റ്. ഐ തിങ്ക് നിങ്ങളുടെ ഫീൽഡ് ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ ഈ കോഡിങ് ആ ടൈപ്പ് മേഖലയിലല്ല, നമ്മൾ ടീച്ചിങ് ആണ്. ഇന്ത്യ ഫൗണ്ടേഷനിൽ അക്കാഡമിക്സ് വർക്കിംഗ്. ഓക്കെ. അപ്പം നമുക്ക് പിന്നെ ഈ കരിയർ ഗൈഡൻസിനൊക്കെ ഉപകാരപ്പെടുന്നത്. അപ്പം കുട്ടികളുടെ ഒരു ചോദ്യമാണ് ഇതൊരു ചോദ്യമാണ്, എപ്പോഴും എല്ലായിടത്തും വരുന്നൊരു ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, AIക്ക് വല്ല കോഴ്സുണ്ടോ, സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ടോ എന്നുള്ളത്. ശരിക്കും സംഭവം ചോദ്യം തന്നെ അവിടെ ചോദിക്കാമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിന്തിക്കാൻ കഴിവുള്ളൊരു കാര്യത്തെ നമ്മൾ പഠിച്ചിട്ട് നമുക്കെന്താ ഗുണം? അതിൻ്റെ ഒരു പണി നമ്മൾ ചെയ്യില്ലല്ലോ. നമ്മുടെ പണി അത് ചെയ്യുമെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഞാൻ പഠിക്കണേ? അതൊരു റെലവൻറ്റ് ക്വസ്റ്റ്യനാണ്. പഠിക്കാൻ പോകുമ്പം എന്താ പഠിക്കണേ, എന്തിനാ പഠിക്കണേ, ഞാൻ ഈ ഒരു സ്റ്റേജിലാണോ അത് പഠിക്കേണ്ടതെന്നൊക്കെ ഇതൊക്കെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റീൻ്റെ ഗൈഡ് ലൈൻസ് എടുത്തു കഴിഞ്ഞാലും അവർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കലി എന്തൊക്കെ അറിഞ്ഞിരിക്കണം ഇത് പഠിക്കാൻ. എലിജിബിലിറ്റി ഉണ്ട്, നിങ്ങൾ ഏത് സ്റ്റേജിലായിരിക്കണം ഇത് പഠിക്കാൻ. ഡ്യൂറേഷൻ ഉണ്ട്, എത്ര കാലം എടുക്കും ഇത് പഠിക്കാൻ. ഔട്ട്കംസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഔട്ട്കംസ് നിങ്ങൾ ജോലിക്ക് പോകുമ്പം കമ്പനിയുടെ റിക്വയർമെൻറ്റ്സുമായിട്ട് ടാലി ആവണം. ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ കയറാനാണ് ഡിഗ്രി എടുക്കുന്നതെങ്കിൽ ഗൂഗിളിൻ്റെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ ചെറുപ്പത്തിലേ നോക്കണം. പൊതുവെ അവരെന്ത് റിക്വയർമെൻറ്റ്സാണ് പറയൽ അവരുടെ ഫ്രഷേഴ്സിന്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഔട്ട്കമ്മായി വരണ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഗൂഗിൾ പ്ലേസ്മെൻറ്റിന് വരുന്നു എന്ന് പറയണത്. ഒരു കമ്പനി ഒരിടത്ത് ഇപ്പം IIT മദ്രാസിൽ ഇൻടെൽ വന്നിട്ടുണ്ടാവും. അത് വന്നത് IIT മദ്രാസിൻ്റെ ഔട്ട്കം ഇൻടെലിൻ്റെ റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ആവുന്നതുകൊണ്ടാണ്. ഇനി എല്ലാവർക്കും കൂടെ ഈ ക്വസ്റ്റ്യനെ ഞാൻ സിമ്പിളാക്കി ഒന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഞങ്ങൾ 3 പേരുണ്ടെന്നിരിക്കട്ടെ. യാസിനൊരു എന്താ പറയുക, ഒരു നല്ലൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും അക്കൗണ്ടൻസ് ആണെന്നിരിക്കട്ടെ. അക്കൗണ്ടിങ് എല്ലാവർക്കും അറിയാമല്ലോ, കണക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, സ്വന്തം എക്സ്പെൻസസ് ഒക്കെ എല്ലാവരും നോക്കണേല്ലേ. അപ്പോൾ യാസിൻ്റെ കയ്യിൽ നല്ലൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതാണ് ഈ കുറേ കമ്പനീസ് യൂസ് ചെയ്യണം. നിങ്ങളെല്ലാവരും അക്കൗണ്ടിങ് ബിരുദധാരികളാണ്, നിങ്ങളിനി അക്കൗണ്ടൻ്റ് ആകാൻ നിൽക്കുകയാണ്. ഇനി എൻ്റെ കയ്യിൽ ഞാൻ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പക്ഷേ വലുതായിട്ട് ആരും ഉപയോഗിക്കാത്തതാണ്, പുതിയൊരു സോഫ്റ്റ്വെയറാണ്. ഇനി നൗഫൽ സാർ ഒരു അക്കൗണ്ടൻ്റാണ്, സീനിയർ അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണെന്നിരിക്കട്ടെ. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഞങ്ങളുടെ ആഡ് എടുത്തുനിന്ന് പഠിക്കും എന്നുള്ളതാണ്. എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പരസ്യം കാണുക, നിങ്ങളിത് പഠിക്കൂ, എൻ്റെ സോഫ്റ്റ്വെയറിൽ ഇത്തരത്തിൽ ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു പരസ്യം കണ്ട് നിങ്ങളിലൊരാൾ പോയി അത് പഠിക്കുന്നു.
മറ്റൊരാൾ നൗഫൽ സാറിൻ്റെ അടുത്ത് നിന്ന് അക്കൗണ്ടിങ് ടെക്നിക്സ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് പഠിക്കുന്നു പ്രൊഫഷണലി. മറ്റൊരാൾ ഇദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താ അൾട്ടിമേറ്റ്ലി നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സോഫ്റ്റ്വെയർ പഠിച്ച ഒരാൾ ഈ സോഫ്റ്റ്വെയർ സർട്ടിഫിക്കറ്റ് ഇൻ ബി സോഫ്റ്റ്വെയർ, എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ബി എന്നാന്നിരിക്കട്ടെ, യാസിൻ്റെ സോഫ്റ്റ്വെയർ എ എന്നാന്നിരിക്കട്ടെ, സർട്ടിഫിക്കറ്റ് ഇൻ ബി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ഒരു റെസ്യൂമെ ഇട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു കമ്പനി നോക്കുമ്പോൾ ഞങ്ങൾ ബി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറില്ല, ഇതാണ് എൻഡിങ്. ഇനി സർട്ടിഫിക്കറ്റ് ഇൻ എ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ഒരാൾ ഇട്ടെന്നിരിക്കട്ടെ. സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടായിരിക്കും വരിക, ഡിഗ്രി വരില്ലല്ലോ. അതുപോലെ എ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിരിക്കട്ടെ, എ സോഫ്റ്റ്വെയർ ഉള്ളൊരു ആളെടുക്കും, പക്ഷെ ഒരിക്കലും അയാളെ കൊണ്ട് മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചെയ്യില്ല. കാരണം വെച്ചാൽ അയാൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനേ അറിയൂ, അയാൾക്കൊരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങളൊരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കലി അത് അറിയണം, അതെങ്ങനെ ചെയ്യണം, അതിൻ്റെ ഫോട്ടോ എഡിറ്റിൻ്റെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായാലേ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റൂ. സോഫ്റ്റ്വെയർ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ പോവുക, സേവ് ആസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്ഷൻസൊക്കെ പഠിക്കൽ ഉണ്ടാവും. അപ്പോൾ മൂപ്പത്തെ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാലും കമ്പനി റിലേറ്റ് ചെയ്യും, ഓക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാം, പക്ഷെ നമ്മുടെ ഒരു ഇഷ്യൂ ഇവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ നൗഫൽ സാറിൻ്റെ അടുത്ത് മാത്രം പോയ ഒരാൾ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പം ഡിഗ്രി എടുത്ത് ഇറങ്ങി ബികോം ഡിഗ്രി ആണെന്ന് പറയുമ്പം അക്കൗണ്ടൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും, പക്ഷേ ഇയാൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരാൾ നൗഫൽ സാറിൻ്റെ അടുത്ത് നിന്ന് പ്രൊഫഷണലി ആ സംഭവം എന്താണെന്ന് പഠിക്കണം, ആ എസെൻസ് ഉൾക്കൊള്ളണം, ആ ഒരു ഐഡിയ, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ബ്രെയിൻ ഐഡിയ കാര്യങ്ങളൊക്കെ അയാൾക്ക് വന്നിട്ടുണ്ടാവണം. പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കണം. അപ്പോൾ ഇൻഡസ്ട്രിയിലെ ടൂൾസ് ഉപയോഗിക്കുമ്പം ഏറ്റവും കൂടുതലും ഇത് ഞാൻ പ്രോഗ്രാമേഴ്സിനൊക്കെ ഏറ്റവും കൂടുതലും ഉപയോഗിക്കപ്പെടുന്ന സ്റ്റാക്ക്, ഏറ്റവും കൂടുതലും പവർഫുൾ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് എല്ലാത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി വേണ്ടത് നൗഫൽ സാറിൻ്റെ അടുത്ത് അക്കൗണ്ട്സ് നന്നായിട്ട് പഠിക്കുക, അതിൽ നിന്ന് കുറേ ട്രയൽ ആൻഡ് എറർ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ യാസീൻ്റെ സോഫ്റ്റ്വെയർ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം വെറുതെ പോയി ChatGPT ഒരിടത്തുണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്നതിൻ്റെ പകരം ആക്ച്വലി ഞാൻ എന്തെങ്കിലും ആയാലേ എനിക്ക് ChatGPT കൊണ്ടൊരു ഉപയോഗമുള്ളൂ എന്ന് മനസ്സിലാക്കുക. മനസ്സിലായ എസെൻസ് കിട്ടിയ? അപ്പം നിങ്ങൾ ഒരു കാര്യം ആയിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഒരാൾ സഹായിക്കാൻ പറ്റൂ. സഹായം എന്ന് പറയുന്നത് മെയിൻ ആൾ വേറെയാണ്. ഇപ്പം ഞാൻ നൗഫൽ സാറിനെ സഹായിക്കാന്ന് വെച്ചാൽ മൂപ്പരുടെ കയ്യിലാണ് ഇൻറ്റൻഷൻ ഉള്ളത്, ഞാൻ സഹായിയാണ്. ഇപ്പോൾ ChatGPT നമ്മളെ സഹായിക്കാന്ന് വെച്ചാൽ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണം. ആ ഇൻറ്റൻഷൻ കൃത്യമായി ChatGPTയോട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നിടത്താണ് ഈ എന്താ പറയുക നമ്മൾ യൂസർ എന്ന നിലയ്ക്ക് അത് വിജയിക്കുന്നതും. അതിനൊക്കെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഒരു ധാരണയല്ലോ അല്ലേ? നമ്മൾ അടുത്ത സെഷൻ ആരംഭിക്കാൻ ടൈമായിട്ടുണ്ട്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ചോദ്യം ലാസ്റ്റ് അനുഭവിക്കാം. ഒരു ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നെക്സ്റ്റ് സെഷൻ. ഇതിൻ്റെ ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഒരു ലിറ്ററസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കേരളം പോലെ ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്ത് എല്ലാ ആളുകൾക്കും, ഒരുവിധം എല്ലാ ആളുകൾക്കും ഡിജിറ്റൽ ആക്സസ് ഉള്ള, എല്ലാവർക്കും ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അതേസമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, സെക്യൂരിറ്റി എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ യൂസിങ് എ പ്രോഡക്റ്റ് ഫോർ ഫ്രീ യു ആർ ദ പ്രോഡക്റ്റ് നോട്ട് ദ യൂസർ എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് റിസർച്ച് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതേണ്ട സമയത്ത് നമുക്ക് ChatGPT പോലെയുള്ള അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൂടി അതിനകത്ത്
കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു റെഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റായിട്ടുള്ള പുസ്തകങ്ങളും ഇല്ലാത്ത പുസ്തകങ്ങളുടെ ഇല്ലാത്ത ഓതേഴ്സിൻ്റെ ഇല്ലാത്ത റെഫറൻസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും എല്ലാവർക്കും ഈ ഒരു സാധ്യത തുറന്നു കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലിറ്ററസിയെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതിൻ്റെ ഇതിൻ്റെ എത്തിക്കൽ യൂസേജ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ സമയം തീരാറായി. ഞാൻ 2 വാക്ക് സംസാരിച്ച് നിർത്താം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്തിക്കൽ യൂസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം ആ ഒരു ഡാറ്റ മാത്രം വെച്ചുകൊണ്ട് അതിൽ കൊടുത്ത ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് പല റോങ് ഡാറ്റകൾ കിട്ടാനും, അത് ഈവൻ നമുക്കിപ്പം നമ്മളൊരു മെഡിസിൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഗൈഡ് ലൈൻസ് തരും. പക്ഷേ അത് മാത്രമാണ് ഒതൻറ്റിക് ആയിട്ടുള്ളത് എന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം അതിൻ്റെ പാർട്ടാണ് ശരിക്കും ഈ GPT-ൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാവരും ജെമിനൈ വരുന്നു, ബാഡ് വരുന്നു, GPT വരുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് വരുന്ന സമയത്ത് എലൻ മസ്ക് ടോപ്പ് ടൈക്കൂൺസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ US ഗവൺമെൻറ്റിന് ഒരു ലെറ്റർ കൈമാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഹാവ് ടു ബി കൺട്രോൾ ദിസ് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരു ടീം ഇറക്കുമ്പോൾ സ്വാഭാവികം ദേ ആർ ലുക്കിംഗ് ടു ദ ബിസിനസ്. ഇപ്പോൾ ആ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിനൊരു എന്താ പറയുക, അതിൻ്റെ ഒരു റൈറ്റ് ടൈമിൽ ഇതിനകത്തേക്ക് മാർക്കറ്റിൽ ഇരിക്കേണ്ട കണ്ടീഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മുടെ ഡാറ്റാസിനെ നമ്മൾ അവെയർനെസ്, സൈബർ സെക്യൂരിറ്റി വളരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതൊക്കെ. അപ്പം നമ്മൾ അവെയർ ആയിരിക്കുക, ഒപ്പം ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് ഗവൺമെൻറ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ലാസ്റ്റ് നടന്ന 16 ഏജിൻ്റെ താഴെയുള്ള ആളുകൾ ഇന്ന സംഭവങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്രൈം എഗെയിൻസ്റ്റ് ദ ആപ്ലിക്കേഷൻ ദോസ് ഹു ആർ പ്രൊവൈഡിങ്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ട് ഓൾറെഡി. അത് വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും. ഓക്കെ, സോ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഒരു മിനിറ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു അൺഎത്തിക്കലായിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്. 2016 ട്രംപ് US ഇലക്ഷൻ നടന്ന സമയത്ത് കാംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു അനലിറ്റിക്കൽ കമ്പനി ഒരു ക്യാമ്പയിന് നടത്തി. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ ട്രംപിന് ഓപ്പോസിറ്റ് ആയിട്ട് വോട്ട് ചെയ്യാനുള്ള ആളുകൾ അവർ കാണുന്ന കണ്ടന്റ് അവർ ലൈക്ക് ചെയ്യുന്നതും കണ്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് ട്രംപിന് അനുകൂലമായ ട്രംപ് ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരുന്നു. നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് കാണിച്ചു തരുന്നത് മെറ്റൊക്കെ തീരുമാനിക്കാം, ഇൻസ്റ്റാഗ്രാം തീരുമാനിക്കാം നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്. എന്നിട്ട് എന്ത് ചോദിച്ചാൽ ഇതിൽ ചെറിയൊരു ശതമാനം ആളുകളുടെ മെൻറ്റാലിറ്റിയിൽ ചേഞ്ച് വരുത്തി. ട്രംപ് നല്ല ആളെന്ന്. അങ്ങനെ ഓഫ് കോഴ്സ് അവർ തിരിച്ച് വോട്ട് ചെയ്തു. ഇതൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതൊരു അൺഎത്തിക്കൽ യൂസാണ്. അതായത് നമ്മളടുത്ത് ഈ ഡാറ്റ ഷെയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു അണത്തിക്കൽ യൂസിന് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അണത്തിക്കൽ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമതായിട്ട് ഒറ്റ കാര്യം കൂടി പറയേണ്ടത്, ഇത് ട്രെയിൻ ചെയ്ത ഡാറ്റിനനുസരിച്ചിരിക്കും ഇത് പറയുന്ന ഔട്ട്പുട്ട്. ഇപ്പോൾ ഡീപ് സീക്ക് വന്ന സമയത്ത് അരുണാചലിലെ ഇന്ത്യ ചൈന ബോർഡർ ചോദിച്ചു ചെയ്യുന്ന സമയത്ത് അവർ തെറ്റായിട്ട് ഇൻഫർമേഷൻ തരിക. കാരണം അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ചൈനയുടെ ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊക്കെ ഒരു അണത്തിക്കലും അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു കുറവിനനുസരിച്ചും ഇതിനനുസരിച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയൊരു ആഡ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ എത്തിക്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഡോക്ടറാകുമ്പോൾ മെഡിക്കൽ എത്തിക്സ് പഠിക്കുന്നുണ്ട്, വക്കീലാകുമ്പം ലീഗൽ എത്തിക്സ്, അതുപോലെ നമ്മുടെ എൻജിനീയറിങ്ങിനായാലും ഒരു എത്തിക്വറ്റ്സ് മാന്യത നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സദാചാരം, ഒരു മാന്യത എല്ലാ വിഷയങ്ങളിലും നിലവിലുണ്ട്. അത് ഇതന്നെ ഞാൻ AI ഇപ്പം റിസർച്ചിൽ AI ടൂൾസ് ഉപയോഗിക്കുന്നത് അത്ര അപ്രിഷ്യേറ്റബിൾ അല്ല. കാരണം വെച്ചാൽ AI ജനറേറ്റ് ചെയ്യുന്നത് പല ഡേറ്റ സോഴ്സസിൽ നിന്നാണ്. റിസർച്ചിന് വേണ്ട നമുക്ക് റെഫറൻസാണ്. ഒരു കാര്യം നമ്മൾ ഉദ്ധരിക്കുമ്പോൾ അത് എവിടെ നിന്നാണ്, അത് എന്ത് എക്സ്പെരിമെൻറ്റിൻ്റെ പിന്നിലാണ് എന്നാണ് നമ്മൾ പറയാം. ഇതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഇപ്പം നമുക്ക് കോഡ് കൊണ്ട് ചെന്ന് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ChatGPT ഇപ്പം നമ്മുടെ ഒരു കോൺഫിഡൻഷ്യൽ ഐറ്റം കൊണ്ട് ചെന്ന് കാണിച്ചിട്ട് പറയാം, ഇതൊന്ന് റിവ്യൂ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ LLM ലാർജ് ലാംഗ്വേജ് മോഡൽ GPT എന്ന് പറയുന്ന LLMൻ്റെ അകത്തോട്ട് പോയിട്ടാണ് അത് ചെക്ക് ചെയ്തിട്ട് റെഫർ ചെയ്തിട്ടാണ് അത് തിരിച്ച് അതിൻ്റെ അഭിപ്രായം പറയാം. അപ്പം ഈ ഡേറ്റ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫേർഡ് ആകും. ആ ഡേറ്റ ഇതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്ക് പഠിക്കും എന്നുള്ളതാണ് സത്യം.
ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഒരു ഡേറ്റേനെ AI മോഡലിൻ്റെ അകത്ത് പോയ ഒരു ഡേറ്റേനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇന്നും വളരെ വ്യാപകമായിട്ട് റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ യൂണിവേഴ്സിറ്റീസിൽ തന്നെ അത്തരത്തിലുള്ള ക്യുസാറ്റ് പോലത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ സെക്യൂരിറ്റി ഇൻ AI എന്ന് പറഞ്ഞിട്ട് റിസർച്ച് ടോപ്പിക്സൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ ഫീൽഡുമായിട്ടൊരു എത്തിക്വേറ്റ് മാന്യത എപ്പോഴും അത്തരത്തിൽ തന്നെ. ഇപ്പം നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്തൊരു ഡേറ്റ AI-ൻ്റെ അടുത്തും പറഞ്ഞുകൂടാ സത്യത്തിൽ. അതായത് നമ്മളൊരു മണ്ടൻ്റെ അടുത്ത് പറയുന്നതിൻ്റെ കാട്ടി അപകടമാണ് ഒരു ബുദ്ധിമാൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിമാനോട് പറയാം. അതായത് ഇപ്പം ഞാൻ AI ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ ഉപയോഗിക്കാൻ IBM ഡെവലപ്പ് ചെയ്ത AI ഉണ്ട്. ChatGPT-യോട് ചെന്ന് ചോദിക്കലല്ല. മനസ്സിലായോ? അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. എത്തിക്വറ്റ്സ് ഉണ്ട്, എല്ലാ വിഷയങ്ങളിലും ഉണ്ട്. തുടർന്ന് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് പഠിക്കാനുണ്ടാവും, പോളിസീസും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ടാവും. ഈ AI ഉപയോഗിക്കുന്ന കമ്പനീസ് എല്ലാം അത്തരത്തിലുള്ള പോളിസി കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റും നമുക്കൊരു ആപ്പ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യുന്നത് ഒക്കെ ഈ ഡേറ്റേൻ്റെ മിസ്ഹാൻഡിലിങ് ഓർത്തിട്ടാണ്. AI-ൻ്റെ എത്തിക്വറ്റ്സ് എന്ന് പറയുന്നത് ഡേറ്റ മിസ്ഹാൻഡ്ലിംഗ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിലും ഡേറ്റ മിസ്ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്, പ്രൈവസി വയലേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം അവിടെ. അപ്പം അങ്ങനെ ഗവൺമെൻറ് എൻറ്റിറ്റീസ് നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് സിവിയർനെസ് നിങ്ങളുടെ റീൽസ് കുറച്ച് പേരോട് ഷെയർ ചെയ്താൽ തന്നെ മനസ്സിലാവും AI എന്തുമാത്രം ട്രെയിൻഡ് ആവുന്നുണ്ടെന്ന്, നിങ്ങൾ എന്തുമാത്രം തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന്. AI-ക്കും തെറ്റുകൾ സംഭവിക്കാം. ഹാലുസിനേഷൻ, ബയാസ് പോലത്തുള്ള അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ AI-ക്ക് പറ്റുന്ന തെറ്റുകളാണ്, തെറ്റിദ്ധാരണകളാണ്. അതുകൊണ്ട് അതും സോഴ്സ് ശ്രദ്ധിക്കുക. വാർത്തകൾ, റിസർച്ച് പോലത്തുള്ള കാര്യങ്ങൾ റെഫറൻസ് പോകുമ്പം സോഴ്സ് ശ്രദ്ധിക്കുക. ഓക്കെ, വെഫി കേരളയുടെ പേരിൽ നമുക്ക് ഇവിടെ വന്ന 3 പേർക്കും താങ്ക്സ് പറയുന്നു.